മഴ തോറും മുമ്പേ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ശിവൻ വൈജയന്തിയുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാലചന്ദ്രൻ എന്നാലും ഇങ്ങനൊരു മാറ്റം ആരും പ്രതീക്ഷിച്ചില്ല. എന്തായാലും നമുക്കത് മാറ്റിയെടുത്തേ പറ്റുള്ളൂ. കാര്യം എന്തെന്ന് എന്നാലേ ഈ കുടുംബത്തിൽ സമാധാനം കിട്ടുകയുള്ളൂ. അവളെന്ന് വെച്ചാലും ഈ വീട്ടിൽ എന്തോ ഒരു ഉദ്ദേശത്തിലാണ് നിൽക്കുന്നത്. അത് ബാലചന്ദ്രൻ അറിയാം. ബാലചന്ദ്രൻ നല്ല കഥകൾ ഉണ്ടാക്കുക, അതുപോലെ തന്നെ ഭയങ്കര ബുദ്ധിമാനുമാണ്. അവൻ കഥകളെല്ലാം വളച്ചൊടിച്ച് നമ്മളെ തന്നെ മാറ്റി നിർത്തുകയല്ലേ ഇപ്പം അവളുടെ മുന്നിൽ. അത് നമ്മൾ എന്തായാലും കണ്ടുപിടിക്കും എന്ന് ശിവൻ പറയുകയാണ്. എന്തായാലും എൻ്റെ മക്കളെപ്പോലും വെറുപ്പിക്കുന്ന എന്തോ ഒരു കാര്യമുണ്ട്. എന്നാൽ കൃഷ്ണമോക്കെല്ലാം അറിയാം. കൃഷ്ണയാണെങ്കിൽ ജീവനാ വൈജയന്തിയുടെ അടുത്ത്. വൈജയന്തി അതുപോലെ തന്നെ ജീവനായിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ എന്ത് ചെയ്യാനാ, അലീനയായി ഇപ്പോൾ എല്ലാം അവൾക്ക്. അതുപോലെ തന്നെ അവളെ അച്ഛനും എന്നെ കാണുമ്പോൾ ഒരു ശത്രുവിനെ പോലെയായി ഇപ്പോൾ മോളും കാണുന്നത്. എന്തോ ഒരു മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്ന് വൈജയന്തി പറയുകയാണ് ശിവനടുത്ത്. എന്തായാലും എല്ലാം നമുക്ക് മനസ്സിലാക്കാം, നീ വിഷമിക്കാതിരിക്കുക, എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. മനുവാണെങ്കിൽ കൃഷ്ണേൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. എന്തായാലും നിനക്കൊരു ചേച്ചിയെ കിട്ടിയല്ലോ, എന്നാൽ ഇവിടുത്തെ ഒരു സമാധാന അന്തരീക്ഷമില്ല എന്ന് കൃഷ്ണ പറയുന്നുണ്ട്. എപ്പോഴും വഴക്കാ അച്ഛനും അമ്മയും കൂടി. അതുമാത്രമല്ല ഇപ്പോഴത്തേക്ക് ആംഗ്ലമാരും വരുന്നുണ്ട്. അതും ഇതിനെക്കുറിച്ച് തന്നെ സംസാരം. എങ്ങനെയെങ്കിലും അലിനി ചേച്ചി പുറത്താക്കണം എന്നുള്ളൊരു ഇത് മാത്രമേ അവർക്കുള്ളൂ. എന്തായാലും എല്ലാം മാറും എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ അടുത്ത് വീണ്ടും പോയി പറയുകയാണ്. എന്തായാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കുടുംബമാണെങ്കിൽ തകർന്നുകൊണ്ടിരിക്കുക. എല്ലാവരും സംസാര വിഷയം ഇതാ, ഞാനും അറിഞ്ഞിട്ടാണ് മംഗളെ ഇവിടെ വന്നത്, എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മനുവിൻ്റെ അടുത്ത് ബാലചന്ദ്രൻ പറയുക, ഞാനാണോ ഇവിടുത്തെ കുടുംബം ഇല്ലാതാക്കുന്നത്? ഞാനല്ല. എന്നാൽ സത്യം പറയുന്നത് കുടുംബത്തെ നശിപ്പിക്കലാണോ? ഉള്ളത് പറഞ്ഞാൽ അങ്ങനെയാണോ നീ ഉദ്ദേശിക്കുന്നത്? എന്നാൽ സത്യമാണോ കള്ളമാണോ എന്ന് ഞാൻ പറഞ്ഞ കാര്യം നീ കേട്ടിട്ട് പറഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ട് ബാലചന്ദ്രൻ. എന്തായാലും നിൻ്റെ മുത്തശ്ശൻ എല്ലാവരും കൂടി കൊണ്ട് ഒരു ഓർഫനേജിൽ കൊണ്ടാക്കിയതാണ് വൈജയന്തിയുടെ മോളെ. ആ മോള ഇന്ന് വലുതായ ഇന്ന് ഈ അലീനയെ ഞാൻ ചേർത്ത് പിടിച്ചല എല്ലാവർക്കും സംഭവിച്ചത്. എന്നുവെച്ചാൽ ചേർത്ത് പിടിച്ചില്ലെങ്കിൽ അത് ഏറ്റവും വലിയൊരു അപകടമാവുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കൂടെ നിർത്തിയത്. അവൾ ഈ വീട്ടിൽ ഇറങ്ങിപ്പോയിട്ടും ഞാൻ അവളെ കൊണ്ടുവന്നത് അതുകൊണ്ടാണ്, എൻ്റെ മോളായിട്ട്. എന്നാൽ വൈജയന്തിയുടെ മോളല്ലേ, അത് എൻ്റെയും മോളാണ്. ഇവരെ എല്ലാവരെയും ഒരുപോലെ ഞാൻ ഇപ്പം കരുതുന്നത്. എന്തായാലും ആ സത്യം അവൾക്കറിയാം, കൃഷ്ണയ്ക്കും അറിയാം. ഇത് അറിയാത്ത ഒരാളേ ഉള്ളൂ, വൈജയന്തി. എന്നാൽ അവൾ ഇതൊന്നും അറിയാതെ ഇരുന്ന ഇതൊക്കെ പറയുന്നത്. എന്നെയാണെങ്കിൽ പറയാൻ ഇനി ഒന്നുമില്ല. എന്നാൽ അതുപോലെ തന്നെ അലീനയും ഇതൊക്കെ അവൻ ഒരു ദിവസം മനസ്സിലാക്കി അവൾ ഇത് പശ്ചാത്തപിക്കുന്ന ഒരു ദിവസം വരും. അതാ ഞാൻ നോക്കിയിരിക്കുന്നത്. എന്തായാലും ഇത് കേട്ടപ്പോൾ ഞെട്ടലോടെ നിൽക്കുകയാണ് മനു. എന്നാൽ അങ്കിളിൻ്റെ മോളെന്നല്ലേ എല്ലാവരും പറയുന്നത്, എന്നാൽ ഇതെന്താ തിരിച്ചായല്ലോ? അതെന്താ കാര്യം? എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചെളിവാരി തേക്കുകയാണോ? ഇല്ല, ഞാൻ പറഞ്ഞ സത്യം, അത് അലീനയ്ക്കും അറിയാം എന്ന് പറയുന്നുണ്ട് ബാലചന്ദ്രൻ. എന്തായാലും ഇതൊക്കെ നടന്നിട്ട് ഇത്രയും ദിവസമായിട്ട് ഞാൻ ഇതൊന്നും അറിഞ്ഞില്ലല്ലോ. ഇത്രയും ദിവസം അങ്ങനെ അടുത്ത് വന്നിട്ടും എൻ്റെ അടുത്ത് ഈ കാര്യങ്ങൾ ആരും ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അത് പറയാൻ ഇനിയും ദിവസമുണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ ഞാനൊന്നും പറയാത്തത്. ഇനി പറയാതിരിക്കാനും വയ്യില്ല. കാര്യം എന്തെന്നാൽ എല്ലാവരും വന്നു, അവളെ കുടുംബക്കാരെല്ലാവരും വന്നിവിടെ ഒരു ബഹളം വെച്ചിട്ടാണ് പോയത്, അലീനയെ പുറത്താക്കണമെന്ന് പറഞ്ഞിട്ട്. എന്നാൽ ഞാനത് ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ പറഞ്ഞയച്ചു എന്നൊക്കെ മനുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ മനുവാണെങ്കിൽ അലീൻ്റെ അടുത്ത് പറയുകയാണ്, ഇത്രയും ദിവസം ഞാനിവിടെ വന്നിട്ട് എന്ത് കാര്യമുണ്ടായിരുന്നാലും നിനക്ക് എൻ്റെ അടുത്ത് പറയേണ്ട സ്വാതന്ത്ര്യമുണ്ട്. എൻ്റെ അടുത്ത് മാത്രം ഈ കാര്യം നീ ഒളിച്ചു വെച്ചല്ലോ. ബാലചന്ദ്രൻ അങ്കിൾ പറഞ്ഞ കാര്യം ശരിയാണോ എന്ന് പറയുന്നുണ്ട്. അത് ശരിയാ, പക്ഷേ ഞാൻ പറയാത്ത കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കൊന്നും അറിയില്ല എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് ഒരു ഞെട്ടലോടെ പറയുകയാണ്. എന്തായാലും അറിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. എന്നാൽ കുറച്ച് നേരം ഞാൻ ഒന്ന് വിചാരിച്ചു പോയി. കാര്യം എന്തെന്നാൽ തിരിച്ചാണ് എല്ലാവരും പറഞ്ഞത് ബാലചന്ദ്രൻ്റെ മകളാണെന്ന്. എന്നാൽ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ സത്യം അറിഞ്ഞപ്പോഴത്തേക്കും ഞാൻ തന്നെ ഞെട്ടിപ്പോയി എന്ന് അലീനയുടെ അടുത്ത് പറയുന്നുണ്ട് മനുവാണെങ്കിൽ എന്തായാലും ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു, ഇനി നീ വിഷമിക്കേണ്ട കാര്യമില്ല, ഞങ്ങളെല്ലാവരും നിൻ്റെ കൂടെയുണ്ട്, നീ ഒരിക്കലും വിഷമിക്കരുത് എന്ന് പറഞ്ഞ് അലീനയെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കൃഷ്ണമോള് വന്ന് പറയുകയാണ്, എല്ലാവർക്കും അലീന ചേച്ചി പുറത്താക്കണം. എന്തായാലും ഇവിടുന്ന് ഞാൻ ഒരിടവും അയക്കത്തില്ല. കാര്യം എന്തെന്നാൽ ഇനിയും ഒരു അനാഥയെ പോലെ ജീവിക്കേണ്ട ചേച്ചിയല്ല
ഈ വീട്ടിൽ തന്നെ ഞങ്ങളുടെ ഒപ്പം ജീവിക്കണം. അതാ ഞങ്ങളുടെ ആഗ്രഹം, എൻ്റെയും അച്ഛൻ്റെയും ആഗ്രഹം എന്ന് കൃഷ്ണയും പറയുന്നുണ്ട്. ബാലചന്ദ്രനാണെങ്കിൽ പറയുന്നുണ്ട്, എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം. ഈ വൈജയന്തിയാണെങ്കിൽ ഇനി ഈ കുറ്റങ്ങളെല്ലാം കണ്ടുപിടിച്ചിരിക്കുക.